ഹലോ ഗൈസ്, അങ്ങനെ ശ്രീകാന്ത് ആദ്യമായിട്ട് സച്ചിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. തന്റെ ഭാര്യയെ ഇനി കുറ്റപ്പെടുത്തിയ ഈ ശ്രീകാന്ത് കൈകെട്ടി നോക്കി നിൽക്കില്ല എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട്. ശ്രീകാന്തും വർഷയും കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ വേണ്ടിയാണ് വീട്ടിലോട്ട് വരുന്നത്. എന്നാൽ സച്ചി അവിടെ വെച്ച് വീണ്ടും വർഷയുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. വർഷയാണ് തുടക്കമിട്ടത് തന്റെ അച്ഛനെ അനാവശ്യമായി തല്ലിയതിനെ തുടർന്ന്. എന്നാൽ ശ്രീകാന്ത് മുറിയിൽ നിന്ന് എത്തുന്നത് വർഷയോട് എതിർത്ത് സംസാരിക്കുന്ന സച്ചിയെ കണ്ടുകൊണ്ടാണ്. ഇത് കണ്ട പാടത്തന്നെ ശ്രീകാന്തിന്റെ സ്വഭാവം മൊത്തത്തിൽ അങ്ങ് മാറാണ്. ശ്രീകാന്തും വർഷയും അവസാനം അവിടെ ഒരു കലഹം തന്നെ ഉണ്ടാക്കിയിട്ട് ബാഗും പാക്ക് ചെയ്ത് അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. എന്തായാലും കിടിലൻ ട്വിസ്റ്റ് അറിഞ്ഞ എപ്പിസോഡാണ് കേട്ടോ. ഈ എപ്പിസോഡ് നിങ്ങൾ മിസ് ചെയ്യരുത്. എന്തായാലും നമുക്ക് എപ്പിസോഡിലോട്ട് കടക്കാം. എല്ലാവരും ഹാളിൽ ഭയങ്കര നിശബ്ദമായിട്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, അങ്കിൾ എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. എന്റെ ഏട്ടൻ ചെയ്തത് തെറ്റായിപ്പോയി. പ്രായത്തിന്റെ പരിഗണന പോലും തരാതെയാ എന്റെ ഏട്ടൻ അങ്കിളിനെ തല്ലിയത്. ഇതിനു മുമ്പും എന്റെ ഏട്ടൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് എന്റെ ഏട്ടന് വേണ്ടി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുക. അപ്പൊ മഹിമ അവിടെ കയറി ഗോൾ അടിക്കുന്നുണ്ട്. ശ്രീകാന്ത്, എനിക്ക് മോന്റെ വിഷമം മനസ്സിലാവും. ഇങ്ങനൊരു ഏട്ടനെ കിട്ടിയത് നിന്റെ തെറ്റല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ആരും മോനെ കുറ്റപ്പെടുത്തില്ല. പക്ഷെ ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇങ്ങനെയുള്ളവരുള്ള വീട്ടിലേക്ക് എന്റെ മകളെ വീണ്ടും പറഞ്ഞയക്കാൻ ഞങ്ങൾക്കാവില്ലേ ശ്രീകാന്ത്? ദേ, ഞാനും മധുവേട്ടനും നിന്റെ കാല് പിടിക്കാം മോനെ. ഞങ്ങളുടെ മോള് ഒരു പാവമാണ്. ഇനി എന്റെ മോൾ ആ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളോടുള്ള ദേഷ്യം വെച്ച് സച്ചി എന്തെങ്കിലും ഞങ്ങളെ മോളോട് ചെയ്തു പോവും. അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട്, അയ്യോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ആന്റി. അങ്ങനെ ഏട്ടന് വർഷയോട് എതിർക്കാറൊന്നുമില്ല. അപ്പൊ വർഷ പറയുന്നുണ്ട്, ആര് പറഞ്ഞില്ലെന്ന്? ഇന്ന് എന്നെ മണ്ഡപത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ അറിയാലോ. നിങ്ങളുടെ ഏട്ടനെ എന്നെ തല്ലാനാ വന്നത്. ഞാനൊരു പെണ്ണാണെന്നുള്ള പരിഗണന പോലും തന്നിട്ടില്ല. അവിടെ ചുറ്റിലുള്ളവർ പിടിച്ചു വെച്ചതുകൊണ്ട് എന്നെ അയാൾ തല്ലിയില്ല. അല്ലേനും തല്ലിയാലും ശ്രീകാന്ത് പ്രതികരിക്കത്തൊന്നുമില്ല. ശ്രീകാന്തിന്റെ ഏട്ടനല്ലേ ശ്രീകാന്തിന് വലുത്. പക്ഷേ നീ ഇതെന്തൊക്കെയാ പറയുന്നത്? എന്തായാലും ശ്രീകാന്ത്, ഒരു കാര്യം ഓർത്തോ, എന്റെ അച്ഛനെ തല്ലി ഈ പരിവാക്കി നിങ്ങളുടെ ഏട്ടൻ. അതെനിക്ക് കണ്ടോണ്ട് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ശ്രീകാന്തിന്റെ ഏട്ടൻ വന്ന് എന്റെ അച്ഛന്റെ കാൽ കിഴി വീഴാതെ ഞാൻ ഇനി ശ്രീകാന്തിന്റെ വീട്ടിലോട്ട് വരുമെന്ന് കരുതണ്ട. പക്ഷേ നീ എന്തൊക്കെയാ പറയുന്നത്? ഏട്ടൻ വന്ന് ഇവിടെ കാലിൽ വീഴാനോ? പിന്നെ അയാൾ ചെയ്തു കൂട്ടിയതിന് ഇങ്ങനെ ചെയ്താൽ മതിയോ? അയാളെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കണം. എന്റെ അച്ഛൻ അത് ചെയ്യാത്തത് നിങ്ങളുടെ ഏട്ടനാണല്ലോ എന്ന് ആലോചിച്ചിട്ട് മാത്രമാ ആ വീട്ടില് വെറുതെ പോലീസ് കയറി ഇറങ്ങണ്ടല്ലോ എന്ന്. പിന്നെ ശ്രീകാന്തിന്റെ അച്ഛന്റെ അസുഖമൊക്കെ അറിയാലോ. അതുകൊണ്ട് വെറുതെ ആ വീട്ടിലേക്ക് പോലീസിനെ കയറ്റണ്ട. പിന്നെ നിങ്ങളുടെ ഏട്ടനുണ്ടല്ലോ, ആ പുന്നാര ഏട്ടൻ തന്നെയാണ് ഈ അച്ഛന്റെ അസുഖം ഇത്രയെങ്കിലും വഷളാക്കുന്നത്. അല്ലാതെ ചുറ്റിലും നിൽക്കുന്ന നമ്മളൊന്നും അല്ല. പക്ഷേ നീ എന്ത് പറഞ്ഞാലും ഞാനിപ്പോ അത് കേൾക്കും. കാരണം എന്റെ ഏട്ടന്റെ ഭാഗത്തുനിന്ന് അത്രയും വലിയ തെറ്റാ സംഭവിച്ചത്. അത് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാ വർഷം ഞാൻ പറയുന്നത്, നമുക്ക് അവിടെ പോയി കാര്യങ്ങളൊക്കെ എന്താ ഏതാന്നൊക്കെ അറിയണം. ആ സമയത്ത് ശ്രീകാന്ത് മധുവിനോട് ചോദിക്കുന്നുണ്ട്, അങ്കിൾ അവിടെ വേറെന്തെങ്കിലും സംഭവിച്ചിരുന്നോ? അല്ല, ഇടയ്ക്ക് വെച്ച് ഏട്ടത്തിയെ കുറ്റപ്പെടുത്തുന്നതും ഏട്ടത്തി കരയുന്നതൊക്കെ കണ്ടു. എന്താ അവിടെ സംഭവിച്ചത് ശരിക്കും? ആ സമയത്ത് മഹിമയും മധു ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. അപ്പൊ മഹിമ പറയുന്നുണ്ട്, വേറെന്താ, നിന്റെ ഏട്ടനുണ്ടല്ലോ, ആ നിന്റെ ഏട്ടന്റെ ഭാര്യ ഒരു കള്ളിയാണ്. പേരും കള്ളി രേവതി. അവൾ ഒന്നും ഇല്ലാത്തോടത്തുനിന്ന് വന്നതാണെങ്കിലും അവളെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അതിന് ഏട്ടത്തി എന്താ ചെയ്തത്? അപ്പൊ മധു പറയുന്നുണ്ട്, അതറിഞ്ഞു കഴിഞ്ഞാലേ ശരിക്കും മോന് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും വലിയ വിശ്വാസമാണ് നിങ്ങളുടെ മനസ്സിലൊക്കെ അവൾ ഉണ്ടാക്കിയെടുത്തത്. എന്താ നിങ്ങൾ പറയുന്നത്? കാര്യം തെളിയിച്ചു പറയാം. ആ സമയത്ത് മഹിമ പറയുന്നുണ്ട്, എല്ലാം പറയാം. അവസാനം കാര്യം കേട്ട് കഴിയുമ്പോ നീ അവരെ കൂടുതൽ വെറുക്കാതിരുന്നാ മതി. കാര്യം പറയാ ആന്റി. നിന്റെ ഏട്ടത്തി എന്ന് പറയുന്നവളുണ്ടല്ലോ, അവള് വർഷയുടെ മാല മോഷ്ടിക്കാൻ നോക്കി. എന്താ, ഏട്ടത്തി മാല മോഷ്ടിക്കാൻ നോക്കിയെന്നോ? ആരാ നിങ്ങളോട് ഈ കള്ളക്കഥയൊക്കെ പറഞ്ഞത്? കള്ളക്കഥയല്ല, നേരിട്ട് കണ്ടതാ മധുവേട്ടൻ. ആ സമയത്ത് വർഷ പറയുന്നുണ്ട്, ഇല്ലമ്മേ, രേവതേട്ടത്തി അങ്ങനെയൊന്നും ചെയ്യില്ല. അത് ഞങ്ങൾ വിശ്വസിക്കില്ല. ഇപ്പൊ എങ്ങനെയുണ്ട് മധുവേട്ട? ഇത് പറഞ്ഞപ്പോ ഇവര് വിശ്വസിച്ചില്ലല്ലോ. അല്ല, അപ്പൊ നിങ്ങൾ ഇതും പറഞ്ഞായിരുന്നോ അച്ഛനും ഏട്ടനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോ വഴി തിരിച്ചു വിടാൻ നോക്കാണ് കേട്ടോ മഹിമ. ഞങ്ങൾ കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. എന്തിനാ രേവതി നീ മാല എടുത്തതെന്ന് ചോദിച്ചോളൂ. അത് ചോദിക്കാൻ കാത്തു നിൽക്കുക. നിന്റെ ഏട്ടത്തിയെ കുറ്റപ്പെടുത്തിയ പോലെ ഞങ്ങളോട് കയർത്ത് സംസാരിക്കാൻ. അത് ചോദിച്ചതിന് ഇങ്ങനെയിട്ട് അവൻ ഇത്രയും തല്ലിയത്. ഒന്നുമില്ലെങ്കിൽ പ്രായത്തിന്റെ പരിഗണനയെങ്കിലും അവൻ എന്റെ മധുവേട്ടന് കൊടുക്കണായിരുന്നു. അപ്പൊ വർഷ പറയുന്നുണ്ട്, അമ്മേ, അതിനാരാ പറഞ്ഞത് ഏട്ടത്തി മാല മോഷ്ടിച്ചെന്ന്? അത് പിന്നെ കണ്ടവര് പറഞ്ഞതാ. ഞങ്ങൾ അതേക്കുറിച്ചൊന്ന് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് വലിയ വിഷയാക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു. അമ്മേ, എന്റെ കഴുത്തി കിടന്ന മാല ഉഴുന്ന സമയത്ത് അതിന്റെ കൂടെ ഊരിപ്പോകുന്ന ഓർണമെന്റ്സ് ആയിരിക്കത്. അതിനെന്തിനാ ഏട്ടത്തിയെ കുറ്റപ്പെടുത്തിയത് എല്ലാവരും? പാവം എല്ലാവരും അതിനെല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തി. ഇപ്പോഴും ഏട്ടത്തിക്ക് ആക്ഷേപം മാത്രമേ ഉള്ളൂ. ശ്രീകാന്ത്, നമ്മൾ ഇത് അറിഞ്ഞില്ലല്ലോ. അതെ, അല്ല, അങ്കിളും ആന്റിയും രേവതി ഏട്ടത്തി ഈ മാല മോഷ്ടിച്ചെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അയ്യോ, ഞങ്ങൾ എന്തിനാ വിശ്വസിക്കുന്നത്? അവളെടുത്തത് ഞങ്ങൾ കണ്ടില്ലല്ലോ. പിന്നെ വല്ലവരും പറയുന്നത് കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റുമോ? എന്ന് ഇപ്പൊ അതല്ല അവസ്ഥ. മധുവേട്ടനെ തല്ലിയതിനു ശേഷം എനിക്ക് അവളെ പെരുങ്കള്ളിയായിട്ടാ കാണാൻ തോന്നുന്നത്. ആന്റി, ഒരിക്കലും എന്റെ ഏട്ടത്തി അങ്ങനെ ചെയ്യില്ല. അതെനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ വർഷയോട് ചോദിച്ചു നോക്ക്. ഏട്ടത്തി അങ്ങനെ ഒരാളല്ല. അതേ അമ്മേ, അച്ഛ, ഏട്ടത്തി അങ്ങനെ ചെയ്യില്ല. അതൊക്കെ എന്തായാലും നിങ്ങളുടെ കാര്യം. എന്തായാലും അവൻ നന്നായിട്ട് എന്നെ പെരുമാറി.
സോറി അങ്കിൾ. ആ, ഒരു സോറി കൊണ്ട് തീരാവുന്നതല്ലല്ലോ ഈ വേദനയൊന്നും. അവന്റെ ഓരോ അടിയും എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. അങ്കിൾ, നമുക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാം. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. വലിയ കമ്പനിയുടെ MD ആയിട്ട് അടിയും കൊണ്ട് വന്നെന്നൊക്കെ ചുറ്റിലുള്ളവർ അറിഞ്ഞാലുണ്ടല്ലോ, അതിനും വലിയ നാണക്കേട് വേറെ ഉണ്ടാവില്ല. ഇനിയിപ്പോ എന്താ മധുവായിട്ട് അറിയാൻ? എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. നാണം കിട്ടു. വർഷേ, നീ ഇവിടെ നിൽക്കുന്നെങ്കിൽ നിന്നോ. എനിക്ക് ഒന്നെന്റെ വീട്ടിൽ പോകണം. അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ എന്താണെന്നറിയണം. രേവതി ഏട്ടത്തിയോട് ക്ഷമ ചോദിക്കണം. എന്തിനാ അവളോട് നീ ക്ഷമ ചോദിക്കാൻ പോകുന്നത് എന്ന് മഹിമ ചോദിക്കുന്നുണ്ട്. ചെയ്യാത്ത തെറ്റിന് ഏട്ടത്തിയെ നിങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തിയില്ലേ, അതിനെനിക്ക് ക്ഷമ ചോദിക്കണം. ശ്രീകാന്ത്, നീ തരിച്ചു പോണ്ട, ഞാനും വരുന്നുണ്ട്. എന്നാ സമയം കളയണ്ട, നമുക്കിറങ്ങാം. അപ്പൊ മഹിമ പറയുന്നുണ്ട്, അയ്യോ മധുവേട്ട, ഇവര് നിൽക്കാതെ പോവുകയാണല്ലോ, ഇനിയിപ്പൊ എന്താ ചെയ്യാം? കാര്യം ഇവിടെ വരെ എത്തിച്ച് നമുക്ക് ഇനി മുൻപോട്ട് കൊണ്ടുപോകാനാണോ ബുദ്ധിമുട്ട്? അവര് പോട്ടെ. മധുവേട്ട, അവരെ പോവാതെ തടഞ്ഞു നിർത്ത്. അതിന്റെ ഒന്നും ആവശ്യമില്ല, അവര് തിരിച്ചു വരും. അതെന്താ മധുവേട്ടന് ഇത്ര ഉറപ്പ്? എനിക്ക് കുറച്ച് ഉറപ്പുണ്ടെന്ന് കൂട്ടിക്കോ. എന്തായാലും അവരിവിടെ എത്തണ വരെ എന്റെ ഉള്ളിൽ തീയാം. വിഷമിക്കാതിരിക്കും മഹിമേ. അവൻ എന്തായാലും പോയ സ്പോട്ടിൽ തന്നെ തിരിച്ചു വരും. വരുമ്പോ അവരുടെ വസ്ത്രം കൂടെ ഉണ്ടാവും. ഇനിയിപ്പൊ ഇങ്ങോട്ടല്ലെങ്കിലും അവർ മറ്റെങ്ങോട്ടെങ്കിലും മാറും. അപ്പോ നമ്മളുടെ സഹായം അവർക്ക് ആവശ്യമുണ്ടാവും. അങ്ങനെയൊക്കെ നടന്നാ മതിയായിരുന്നു. ഓക്കെ, ഇനി കാണിക്കുന്നത് ശ്രീകാന്തും വർഷയും കൂടി അവരുടെ വീട്ടിലെത്തുന്നതാണ്. എത്തിയ പാടത്തന്നെ ശ്രീകാന്ത് ദേഷ്യം പിടിച്ചുകൊണ്ട് വീട്ടിനുള്ളിലോട്ട് കയറുന്നുണ്ട്. ആ സമയത്ത് ഓടി വരാണ് ചന്ദ്രമതി. മോനെ ശ്രീകാന്ത്, നീ വന്നോ? എവിടെ വർഷമോള്? ആ അമ്മ, വർഷ വരുന്നുണ്ട്. ഹോ, നിങ്ങൾ ഇങ്ങോട്ട് വന്നല്ലോ. ഞാൻ കരുതി ഇനി ഒരിക്കലും നിങ്ങൾ ഇങ്ങോട്ട് വരില്ലെന്ന്. അത്രയ്ക്കും വലിയ പ്രശ്നമല്ലേ ആ പെരുങ്കളി അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്? ഏത് പെരുങ്കളി? വേറെ ആര്? നിങ്ങളൊക്കെ തലയിൽ വെച്ചോണ്ട് അടഞ്ഞില്ലായിരുന്നു ആ രേവതി. അവള് തന്നെ. അവളെ വർഷമോളുടെ മാല മോഷ്ടിച്ചു. അപ്പൊ വർഷ പറയുന്നുണ്ട്, എന്റെ മാലയെ ആരും മോഷ്ടിച്ചിട്ടില്ല. ഞാൻ വാഷ് ചെയ്യാൻ നേരത്തെ അവിടെ ഊരി വെച്ചതാ. മാല എടുത്തപ്പോ അതി കുരുങ്ങിക്കിടക്കുന്ന മാല കണ്ട് ചേച്ചി സെപ്പറേറ്റ് ചെയ്തതാ. അല്ലാതെ അത് ഏട്ടത്തി എടുത്ത് വിഴുങ്ങാൻ നോക്കിയിട്ടൊന്നുമില്ല. അയ്യോ, ആര് പറഞ്ഞു? മോളുടെ അച്ഛനുണ്ടല്ലോ, മോളുടെ അച്ഛന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അവള് മോഷ്ടിക്കുന്നത്. എന്ത് പറഞ്ഞാലും ഏട്ടത്തിയെ വിശ്വസിക്കാതിരിക്കാൻ ഞങ്ങൾക്കാവില്ല. ആ സമയത്ത് ശ്രുതിയും താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, ആഹാ വന്നോ? എടാ ശ്രീകാന്തെ, നിന്റെ അമ്മായിയച്ഛൻ ബാക്കിയുണ്ടോ? അപ്പൊ വർഷ പറയുന്നുണ്ട്, എന്താ? അയ്യോ, വർഷയും വന്നിരുന്നോ? അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, എന്റെ ശ്രുതി എന്തൊക്കെ ഈ പറയുന്നത്? അത് പിന്നെ ശ്രുതി, ഞാൻ പെട്ടെന്ന്. അപ്പൊ വർഷ പറയുന്നുണ്ട്, അയാളുടെ അടുത്തുനിന്ന് 2 അടി കിട്ടിയെന്ന് കരുതിയിട്ട് എന്റെ അച്ഛൻ എന്തെങ്കിലും ആയി പോകുന്നു കരുതിയോ? അല്ല വർഷ, ഞാൻ പെട്ടെന്ന്. അവളുടെ അച്ഛന് ഒരു കുഴപ്പമില്ല. ആ സമയത്താണ് ശ്രീകാന്ത് മുറിയിലോട്ട് പോകുന്നത്. എന്നാൽ കറക്റ്റ് സമയത്ത് തന്നെ സച്ചി ഇറങ്ങി വരുന്നത് കേട്ടോ. സച്ചിയുടെ വരവ് കണ്ടിട്ട് വർഷ അവിടെ ഒരൊറ്റ നിൽക്കാണ്. ഒന്ന് നിന്നേ, എങ്ങോട്ടാ പോകുന്നത്? വന്നോ? നിന്റെ അച്ഛനൊന്നും കിട്ടിയത് പോരടി. നിങ്ങൾ എന്റെ അച്ഛനെ തല്ലിയല്ലേ? എന്റെ അച്ഛനെ നോവിച്ച് നിങ്ങളങ്ങനെ ഞെളിഞ്ഞ് നടക്കാന്ന് പ്രതീക്ഷിക്കണ്ട. അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കില്ല. നിന്റെ അച്ഛൻ നിവർന്ന് നിൽക്കാൻ സമ്മതിക്കത്തില്ലല്ലോ. എടി, നിന്റെ അച്ഛൻ ഏറെന്ന് വാങ്ങിയത് ഈ അടി. അതിന് നീ ഇങ്ങനെ ചോദിക്കാൻ നിന്നിട്ട് കാര്യമില്ല. എന്റെ രേവതിയെ അയാൾ അങ്ങനെയാ കുറ്റപ്പെടുത്തിയത്. രേവതി ഏട്ടത്തി മോഷ്ടിച്ചെന്ന് ആരാണ്ടൊക്കെയോ പറഞ്ഞു. അതിന് എന്റെ അച്ഛനെ നിങ്ങൾ എന്തിനാ തല്ലിയത്? എനിക്ക് തല്ലാൻ തോന്നി, ഞാൻ തല്ലി. നിനക്കെന്താടി കുഴപ്പം? അതെ, വെറുതെ സച്ചയോട് മുട്ടാൻ നിൽക്കണ്ട. ഞാനിപ്പോ എന്റെ ദേഷ്യം കൺട്രോൾ ചെയ്ത് നിൽക്കുക. അയ്യോ, നിങ്ങളുടെ ഒരു ദേഷ്യം. നിങ്ങൾ എന്നെ എന്ത് ചെയ്യും? തല്ലോ? ഹേറിപ്പോയാൽ കൊല്ലും. എന്നാ പിന്നെ ചെയ്യ്, ഒന്ന് കാണട്ടെ. ധൈര്യം ഉണ്ടെങ്കിൽ ഈ വർഷയുടെ ഡ്രസ്സിലൊന്ന് തൊട്ടു നോക്ക്. പോയി തരത്തി കളിക്കി. സച്ചയുടെ ഒരു ചെറുവിരലിന്റെ അടുത്ത് നീ തട്ടിക്കഴിഞ്ഞാലേ പിന്നെ നീ ഇവിടെ കാണത്തില്ല. അതുകൊണ്ട് പോയി തരത്തി കളിക്കടി. നിക്കടോ. അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട്, മോളെ വേണ്ട, അവരോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. ആന്റി ഒന്ന് മാറിക്കേ. എന്റെ അച്ഛനെയാ ഇയാള് തല്ലിയത്. അതുകൊണ്ട് ആന്റിക്ക് പ്രത്യേകിച്ച് ദണ്ണമൊന്നും ഉണ്ടാവത്തില്ല. എന്നാ ഞാൻ ചോദിക്കും, പറയടോ, എന്തിനാ എന്റെ അച്ഛനെ തല്ലിയതെന്ന്? എന്തിനീ ഫംഗ്ഷൻ അലങ്കോലമാക്കിയത്? ദേ പെണ്ണെ, എന്റെ കൈന്ന് ഒരെണ്ണം കിട്ടിയാലുണ്ടല്ലോ. ആ സമയത്ത് ശ്രീകാന്ത് വരുന്നുണ്ട്. അങ്ങനെ എന്റെ ഭാര്യയെ തല്ലാൻ നിങ്ങൾക്കെന്താ അവകാശം? ആ സമയത്ത് ശ്രീകാന്തിന്റെ ഈ സംസാരം കേട്ടിട്ട് ആകെ പകച്ചു നിന്ന് പോവാണ് സച്ചി. എടാ ശ്രീകാന്ത്, എന്റെ ഭാര്യ എന്ത് പറഞ്ഞു? അവളുടെ അച്ഛനെ തല്ലിയത് എന്തിനാന്ന് ചോദിച്ചു. അതിത്ര വലിയ തെറ്റാണോ? നിങ്ങൾ എന്തിനാ ഇവളെ അച്ഛനെ തല്ലിയത്? ഇതിനു മുമ്പും പ്രായപരിധി നോക്കാതെ നിങ്ങൾ ഇവളുടെ അച്ഛനെ കയറി തല്ലി. അത് പോട്ടേന്ന് വെക്കാം. ഇപ്പോഴും നിങ്ങൾ വീണ്ടും അദ്ദേഹത്തെ ഒരുപാട് തല്ലി. എന്തിനായിരുന്നു ഇതൊക്കെ? ശ്രീകാന്ത്, എന്റെ ഭാര്യ ഒരു മോഷണക്കാരിയാക്കി ചിത്രീകരിച്ചു. അവരങ്ങനെ അവരുടെ സംശയം പറഞ്ഞു. അത് തിരുത്തി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം എന്ന് കരുതി അയാളെ തല്ലലല്ല. അപ്പൊ സച്ചി പറയുന്നുണ്ട്, മാറ്റിയെടുത്തു അല്ലേ? വർഷയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, ഇതല്ലായിരുന്നു നിങ്ങൾക്ക് വേണ്ടത്. അവൻ ഇവിടുന്ന് പറിച്ചു നടണം. എന്നെ ആരും പറിച്ചു നട്ടാൻ നിങ്ങൾക്കെന്താ? എന്റെ ഭാര്യയെ പലപ്പോഴും നിങ്ങൾ കൈ ചൂണ്ടി ഭീഷണിപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട്. എന്ന് ഇനി എന്റെ ഭാര്യയുടെ അടുത്ത് അത് വേണ്ട. അങ്ങനെ വല്ലതും വന്ന ഈ ശ്രീകാന്ത് ചോദിക്കും. അവർക്കൊരു തെറ്റുപറ്റി, അത് ക്ഷമിക്കാനുള്ള മനസ്സാ നിങ്ങൾ കാണിക്കേണ്ടത്. എടാ, എന്റെ ഭാര്യ അതും ഇതും പറഞ്ഞിട്ടേ കൈകെട്ടി നോക്കിയിരിക്കാൻ ഈ സച്ചിയെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടേ നിന്റെ അമ്മായിയച്ഛന് ഇനിയും തല്ല് വാങ്ങോ? എങ്കിൽ പിന്നെ അതൊന്ന് കാണണല്ലോ. ആദ്യം ഇയാൾ എന്നെ തല്ല്,
എന്നിട്ടാക്കാം അവളുടെ വീട്ടിൽ കയറി തല്ലല്. സച്ചിയാണെങ്കിൽ ദേഷ്യത്തില് ശ്രീകാന്തിനൊന്ന് കൊടുക്കാൻ പോകുന്നുണ്ട്. പിന്നീട് കൈ പിന്നിലേക്ക് വലിക്കുന്നുണ്ട് കേട്ടോ. എന്തിനാ നിർത്തിയത്? താൻ എന്താ എന്നെ തല്ലാത്തത്? താൻ വലിയ ആളാണല്ലോ, താൻ വരച്ച വരയിൽ ഞാൻ നിൽക്കണം. ഈ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, എന്താ ശ്രീകാന്ത് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അമ്മയൊന്നും മിണ്ടാതിരിക്കമ്മേ. അമ്മ സച്ചേട്ടനെ വെറുക്കുന്നതിന് കാരണം ഇപ്പോഴെനിക്ക് മനസ്സിലായത്. ആ സമയത്ത് ചന്ദ്രമതി ആണെങ്കിൽ വാ പൊത്തി കൈവച്ചിട്ട് വല്ലാണ്ടെങ്കിൽ വിഷമിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചോ, നിങ്ങൾ സ്നേഹിക്കുന്ന പോലും വെറുക്കാണ് നിങ്ങളെ. അത് നിങ്ങൾ ഒരാൾ കാരണോ? ഇപ്പൊ അടുത്ത് ഏട്ടത്തിയുടെ അനിയനെ തല്ലിയില്ലേ? നിങ്ങൾക്ക് മറ്റുള്ളവരെ തല്ലുന്നതിൽ ഒരു ദാക്ഷിണ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും സ്നേഹിക്കുന്ന പ്രതീക്ഷിക്കണ്ട. ഒരു ദിവസം രേവതി ഏട്ടത്തി നിങ്ങൾ ഇട്ടെറിഞ്ഞു പോകും. അമ്മേ, ഇനി എന്തായാലും ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല. ഇവളുടെ അച്ഛനും അമ്മയും ഇഷ്ടം പോലെ ഓഫർ വെച്ച് നീട്ടിയിട്ടും നിങ്ങളോടൊപ്പം നിൽക്കാനുള്ള ഇഷ്ടം കൊണ്ടാ ഞാൻ ഇവിടെ നിന്നത്. ഇവളെവിടെ പിടിച്ചു നിർത്തിയത്. ഇനി അതിന് പറ്റില്ല. ഇങ്ങനെ പറഞ്ഞത് കേട്ടില്ലേ? ഇനി അതിന് കഴിയില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ബാഗ് പാക്ക് ചെയ്യാം, എന്നിട്ട് ഇറങ്ങാം. നീ വാ. അയ്യോ മോനെ, എങ്ങോട്ടാ നിങ്ങൾ ഈ പോകുന്നത്? നിങ്ങൾ ഇവിടെ തന്നെ വേണം. അമ്മേ, ഇനി അമ്മ എന്ത് പറഞ്ഞാലും ഈ ശ്രീകാന്ത് ഇവിടെ നിൽക്കില്ല. അമ്മയ്ക്ക് വേണമെങ്കിൽ എന്നെ വന്ന് കാണാം, കൂട്ടത്തിൽ അച്ഛനും ബാക്കി ആർക്കും. എന്നാ ഇദ്ദേഹം മാത്രം എന്നെ കാണാൻ വരണ്ട. ഇത് കേട്ടിട്ട് ആകെ വിഷമിച്ചോണ്ട് നിൽക്കാണ് കേട്ടോ സച്ചി. എന്നിട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, എടാ ഞാൻ കാരണം നീ എന്തിനാ ഇവിടുന്ന് പോകുന്നത്? മതി, നിങ്ങളുടെ സെന്റ് ഇവിടെ വർക്കൗട്ട് ആവില്ല എന്ന് വർഷ പറയുന്നുണ്ട് കേട്ടോ. ശ്രീകാന്തെ, നമുക്ക് ബാഗ് എടുത്ത് ഇവിടുന്ന് പോവാം. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട. പിന്നെ അവിടെ കുറെ നേരം മൂകതയാണ് കേട്ടോ. ആ സമയത്ത് സച്ചിയുടെ അടുത്ത് വന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്, സമാധാനമായില്ലേ നിനക്ക്? അവരിവിടുന്ന് പോയപ്പോ നിനക്ക് സമാധാനമായില്ലേ? നീ ഇതിനു വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്? മഹാപാപി, നീ ഒരിക്കലും ഗുണം പിടിക്കില്ലടാ. ഇതൊക്കെ പറഞ്ഞ് ചന്ദ്രമതി കരയാണ് കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് വർഷമാണെന്നുണ്ടെങ്കിൽ ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങാണ്. ഈ സമയത്ത് ശ്രുതി ആണെങ്കിൽ ശ്രുതിയോട് പറയുന്നുണ്ട്, അയ്യോ ശ്രീകാന്ത് പോവാൻ നിൽക്കുന്നു. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, പോവുകയാണെങ്കിൽ പോവട്ടെ, അതിനിപ്പോ എന്താ ഇവിടെ? എന്നാലും ശ്രീകാന്ത് പോവണ്ട. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അവരെന്തേലും ചെയ്യട്ടെ. ശ്രുതി, പാവം ശ്രീകാന്ത്, ആ സച്ചി കാരണം എല്ലാം സംഭവിച്ചത്. സച്ചി കാരണമല്ല, സച്ചിയുടെ കള്ളി ഭാര്യ കാരണം. അത് പിന്നെ ശ്രുതി, എല്ലാവരും പറയുന്ന പോലെ തന്നെ രേവതി അങ്ങനെ ചെയ്യൂ. എന്താ അവളോട് നിനക്കൊരു സോഫ്റ്റ് കോർണർ? അത് പിന്നെ ഒന്നുമില്ല ശ്രുതി. എന്നാ പിന്നെ മിണ്ടാതിരുന്നോ. അങ്ങനെ ശ്രീകാന്ത് വർഷം ബാഗ് എടുത്ത് ഇറങ്ങുന്നുണ്ട്. അമ്മേ, ഞങ്ങൾ ഇറങ്ങുവാ. അച്ഛനിവിടെ ഇല്ലെന്നറിയാം, അതുകൊണ്ട് സമയമുള്ളൊരു സമയത്ത് ഞാൻ വന്ന് കണ്ടോളാം. ആ സമയത്ത് രേവതി അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. എങ്ങോട്ടാ നിങ്ങൾ പോകുന്നത്? ബാഗ് എടുത്ത് എങ്ങോട്ടാ? അപ്പൊ ശ്രീകാന്തും വർഷയും പറയുന്നുണ്ട്, ഏട്ടത്തി ഞങ്ങളോട് ക്ഷമിക്കണം. ഈ ഫംഗ്ഷന് ഏട്ടത്തി എല്ലാവരും കുറ്റപ്പെടുത്തി. ഞങ്ങളത് പിന്നീട് അറിയുന്നത്. സോറി, അതല്ല ഇവിടുത്തെ വിഷയം. നിങ്ങൾ എങ്ങോട്ട് ബാഗ് എടുത്ത്? അത് പിന്നെ ഏട്ടത്തി, ഞങ്ങൾ പോവുക. എങ്ങോട്ട് പോവാണെന്ന്? നിങ്ങൾ എങ്ങോട്ട് പോവണ്ട. പറ്റില്ല ഏട്ടത്തി, ഞങ്ങൾക്ക് പോയേ പറ്റൂ. ഇതും പറഞ്ഞ് ശ്രീകാന്ത് പറയുന്നുണ്ട്, വർഷേ വാ. വർഷയുടെ കൈ പിടിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇനി എന്തായാലും നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ്. അപ്പോൾ ആ എപ്പിസോഡുകൾ കിട്ടാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് എപ്പിസോഡൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.